പ്രിയമുള്ളവരെ, എല്ലാവർക്കും ബെറ്റൂസ് ടോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 12 25ഓളം ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് നന്നായി കേട്ട് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ 12:1 പ്രകാരം യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻസ്: എ. ജൈറോസിൻ്റെ മകൾ, ബി. ലാസർ, സി. യോഹന്നാൻ. ഉത്തരം ബി. ലാസർ. രണ്ടാമത്തെ ചോദ്യം, യേശു ബഥാനിയയിലേക്ക് എന്നാണ് വന്നത്? ഓപ്ഷൻസ്: എ. പെസഹായ്ക്ക്, ബി. പെസഹായ്ക്ക് 5 ദിവസം മുമ്പ്, സി. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്. ഉത്തരം സി. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്. മൂന്നാമത്തെ ചോദ്യം, ലാസർ താമസിച്ചിരുന്ന സ്ഥലം? ഓപ്ഷൻസ്: എ. ജെറുസലേം, ബി. ബഥാനിയ, സി. യൂദയ. ഉത്തരം ബി. ബഥാനിയ. നാലാമത്തെ ചോദ്യം, യേശുവിൻ്റെ പാദങ്ങളിൽ തൈലം പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തത് ആര്? ഓപ്ഷൻസ്: എ. മർത്ത, ബി. മറിയം, സി. മർത്തയും മറിയവും. ഉത്തരം ബി. മറിയം. അഞ്ചാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ഇത് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ. ശിഷ്യന്മാർ, ബി. യൂദാസ് കറിയോത്ത, സി. ലാസർ. ഉത്തരം ബി. യൂദാസ് കറിയോത്ത. ആറാമത്തെ ചോദ്യം, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻസ്: എ. യോഹന്നാൻ 12:8, ബി. യോഹന്നാൻ 12:7, സി. യോഹന്നാൻ 12:9. ഉത്തരം എ. യോഹന്നാൻ 12:8. ഏഴാമത്തെ ചോദ്യം, യേശു രാജകീയ പ്രവേശനം നടത്തിയത് ഏത് മൃഗത്തിൻ്റെ പുറത്ത് കയറിയാണ്? ഓപ്ഷൻസ്: എ. കുതിര, ബി. കഴുത, സി. മയിൽ. ഉത്തരം ബി. കഴുത. എട്ടാമത്തെ ചോദ്യം, ഡാഷ് നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. ഓപ്ഷൻസ്: എ. തിന്മ, ബി. പിശാച്, സി. അന്ധകാരം. ഉത്തരം സി. അന്ധകാരം. ഒൻപതാമത്തെ ചോദ്യം, ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തേക്കാൾ അധികം ആരുടെ പ്രശംസയാണ് അവർ അഭിലഷിച്ചത്? ഉത്തരം എ. യഹൂദരുടെ, ബി. ഫരിസേയരുടെ, സി. മനുഷ്യരുടെ. ഉത്തരം സി. മനുഷ്യരുടെ. പത്താമത്തെ ചോദ്യം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളും എത്ര വാക്യങ്ങളുമുണ്ട്? ഓപ്ഷൻസ്: എ. 5 50, ബി. 4 51, സി. 5 49. ഉത്തരം എ. 5 ശീർഷകങ്ങളും 50 വാക്യങ്ങളുമുണ്ട്. 11ാമത്തെ ചോദ്യം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്താണ്? ഓപ്ഷൻസ്: എ. രാജകീയ പ്രവേശനം, ബി. തൈലാഭിഷേകം, സി. ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു. ഉത്തരം ബി. തൈലാഭിഷേകം. 12ാമത്തെ ചോദ്യം, ആരാണ് യേശുവിന് അത്താഴമൊരുക്കിയത്? ഓപ്ഷൻസ്: എ. മർത്തായും മറിയവും, ബി. ലാസറും സഹോദരിമാരും, സി. മർത്ത. ഉത്തരം ബി. ലാസറും സഹോദരിമാരും. 13ാമത്തെ ചോദ്യം, യോഹന്നാൻ 12:6 അവർ ഒരു കള്ളനായിരുന്നതുകൊണ്ടും എന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത്? എ. യൂദാസ് കറിയോത്ത, ബി. ലാസർ, സി. ശിമയോൻ. ഉത്തരം എ. യൂദാസ് കറിയോത്ത. 14ാമത്തെ ചോദ്യം, ഏത് ദിനത്തിനായി ഇവൾ ഇത് ചെയ്തുവെന്ന് കരുതിക്കൊള്ളട്ടെ എന്നാണ് യേശു പറഞ്ഞത്? എ. യേശുവിൻ്റെ ഉയർപ്പ് തിരുനാളിനായി, ബി. തൻ്റെ ശവസംസ്കാര ദിനത്തിനായി, സി. ഓശാന തിരുനാളിൻ്റെ ഓർമ്മയ്ക്കായി. ഉത്തരം ബി. തൻ്റെ ശവസംസ്കാര ദിനത്തിനായി. 15ാമത്തെ ചോദ്യം, എപ്പോഴും നിങ്ങളോട് കൂടെയുള്ളത് ആരാണ് എന്ന് യേശു 12:8 പ്രകാരം പറയുന്നത്? ഉത്തരം ഓപ്ഷൻസ്: എ. ധനികർ, ബി. ദൈവം, സി. ദരിദ്രർ. ഉത്തരം സി. ദരിദ്രർ. 16ാമത്തെ ചോദ്യം, എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുക ഇല്ലാത്തത് ആരാണ്? ഓപ്ഷൻസ്: എ. ദരിദ്രർ, ബി. യേശു, സി. ധനികർ. ഉത്തരം ബി. യേശു. 17ാമത്തെ ചോദ്യം, ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് വന്നത് ആരാണ്? ഓപ്ഷൻസ്: എ. വലിയ ഒരു ഗണം യഹൂദർ, ബി. പുരോഹിതരും നിയമജ്ഞരും, സി. ജനക്കൂട്ടം. ഉത്തരം എ. വലിയ ഒരു ഗണം യഹൂദർ. 18ാമത്തെ ചോദ്യം, ലാസറിനെ കൂടി കൊല്ലാൻ ആരാണ് ആലോചിച്ചത്? ഉത്തരം
എ യഹൂദർ, ബി പുരോഹിതരും നിയമജ്ഞരും, സി പുരോഹിത പ്രമുഖന്മാർ. ഉത്തരം സി പുരോഹിത പ്രമുഖന്മാർ. 19-ാമത്തെ ചോദ്യം. യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്താണ്? ഓപ്ഷൻസ്: എ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം, ബി രാജകീയ പ്രവേശനം, സി തൈലാഭിഷേകം. ഉത്തരം ബി രാജകീയ പ്രവേശനം. 20-ാമത്തെ ചോദ്യം. യോഹന്നാൻ 12:13 തുല്യമായ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻസ്: എ സങ്കീർത്തനം 118-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, ബി സങ്കീർത്തനം 119 25 മുതൽ 26 വരെ വാക്യങ്ങൾ, സി സങ്കീർത്തനം 117 27 മുതൽ 28 വരെ. ഉത്തരം എ സങ്കീർത്തനം 118 അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 21-ാമത്തെ ചോദ്യം. ആരുടെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ജെറുസലേമിൻ്റെ, ബി യഹൂദരുടെ, സി സിയോൻ പുത്രിയുടെ. ഉത്തരം സി സിയോൻ പുത്രിയുടെ. 22-ാമത്തെ ചോദ്യം. ഏതാനും ഗ്രീക്കുകാർ എന്തിനാണ് ജെറുസലേമിൽ വന്നത്? ഓപ്ഷൻസ്: എ യേശുവിനെ കാണാൻ, ബി തിരുനാളിൽ ആരാധിക്കാൻ, സി ദേവാലയത്തിൽ പ്രവേശിക്കാൻ. ഉത്തരം ബി തിരുനാളിൽ ആരാധിക്കാൻ. 23-ാമത്തെ ചോദ്യം. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനാണ്? ഉത്തരം എ ഗലീലയിലെ ബെത്സൈദായിൽ നിന്ന്, ബി ജെറുസലേമിൽ നിന്ന്, സി ഗലീലിയിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ എ ഗലീലയിലെ ബെത്സൈദായിൽ നിന്ന്. 24-ാമത്തെ ചോദ്യം. ആര് മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 12:23 പ്രകാരം പറയുന്നത്? ഓപ്ഷൻസ്: എ ദൈവപുത്രൻ, ബി മനുഷ്യപുത്രൻ, സി യേശു. ഉത്തരം ബി മനുഷ്യപുത്രൻ. ആർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്? 25-ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. എ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവന്, ബി ജീവനെ ദ്വേഷിക്കുന്നവന്, സി യേശുവിനെ ശുശ്രൂഷിക്കുന്നവന്. ഉത്തരം ഓപ്ഷൻ എ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവന്. എല്ലാവരും നന്നായി പഠിച്ച് ഒരുങ്ങുക. താങ്ക് യു സോ മച്ച്.